Hi everyone, welcome to my channel. ഇതുപോലെയുള്ള ചവിട്ടികൾ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കും. കാരണം ഇത് നല്ലപോലെ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇങ്ങനത്തെ ചവിട്ടികളൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഈ ചവിട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഇതേപോലെ നൂലൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നാശമായി പോവാറുണ്ട്. ഇങ്ങനെ നാശമായി പോയി കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് നാളൊക്കെ ഉപയോഗിക്കും. അതിനുശേഷം ഇത് കളഞ്ഞിട്ട് പുതിയത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതുപോലത്തെ ചവിട്ടികൾ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ ശരിയാക്കിയിട്ട് പുതിയ ചവിട്ടി പോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഈ ചവിട്ടിയുടെ ഈ രണ്ട് സൈഡും നല്ലപോലെ ഇങ്ങനെ കേടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലിങ്ങനെ വിട്ടു പോന്നിട്ടുള്ള ഈ ലേയേഴ്സിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചവിട്ടിയുടെ കുറച്ച് ഭാഗം വിട്ടു പോന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിതിൻ്റെ ഈ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഭാഗം വെച്ചിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇനി സൺഡേ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പം ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡിൽ നിന്നും കുറച്ചുകൂടെ ലേയേഴ്സ് നമുക്കിതിൽ നിന്നും ഊരി മാറ്റാം. നമ്മൾ ഊരി മാറ്റുമ്പോൾ ഇതിൽ കേട് വന്നിട്ടുള്ള ലേയേഴ്സ് തന്നെ ഊരി മാറ്റിയാൽ മതി. അതിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ആദ്യം തന്നെ കട്ട് ചെയ്യരുത്. നാശമായിട്ടുള്ളതിൻ്റെ ഒരു പകുതി എന്നൊക്കെ വെച്ച് കട്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ നമ്മൾ ഇതിൽ നിന്നും ലേയേഴ്സ് ഊരി എടുക്കാം. ഇപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് ലേയേഴ്സ് ഇങ്ങനെ ഊരിയെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ലേയേഴ്സ് ഊരിയെടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ നൂല് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ നൂലുകൾ തമ്മിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അതായത് ഒരു നൂല് താഴ്ഭാഗത്ത് നിന്നും ഒരു നൂല് മുകൾ ഭാഗത്തു നിന്നും എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കെട്ട് വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ നൂലുകളും ഇതേപോലെ കെട്ടിക്കൊടുക്കണം. ഒന്ന് താഴെ നിന്നും ഒന്ന് മുകളിൽ നിന്നും എടുത്തിട്ട് വേണം കെട്ടാൻ. ഇങ്ങനെ ഞാനിപ്പോൾ ഒരു 3-4 ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇത് മുഴുവനായിട്ടും കെട്ടിയെടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു ഭാഗം മുഴുവനായിട്ടും ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നൂലുകളൊക്കെ പല പല വലിപ്പത്തിലാണ്. ഇനി അതൊക്കെ നമുക്കൊന്ന് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും മുഴുവനായിട്ടും കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ രണ്ട് സൈഡും കെട്ടിയെടുത്തതാണ്. ഇനി ഇതൊരിക്കലും ഊരിപ്പോരൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പുതിയ ചവിട്ടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മുടെ ചവിട്ടി നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ചവിട്ടികളൊന്നും വെറുതെ കളയേണ്ട. 1-2 ലെയർ പോരുമ്പോൾ തന്നെ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക്